ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനത്തിൽ നിന്നാണ്. അതിൻ്റെ 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് പ്രത്യേകമായി നമുക്ക് ചിന്തിക്കാനുള്ളത്. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുക എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ധൈര്യത്തോടെ ചെല്ലാനായിട്ട് പറയുന്നത്? കാരണം പഴയ നിയമത്തിൽ ധൈര്യത്തോടെ ഒന്നും ആർക്കും ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റുകയില്ല. കാരണം അന്നത്തെ ശിക്ഷാവിധി അപ്പോൾ തന്നെയായിരുന്നു. വളരെ കാഠിന്യമേറിയ ശിക്ഷയായിരുന്നു കൊടുത്തിരുന്നത്. അത് 2-3 സാക്ഷികളുടെ മൊഴി കേട്ടിട്ട് അതിനനുസരിച്ച് ആളുകൾ തീരുമാനിക്കും ആ ശിക്ഷ ഏത് വിധത്തിൽ എന്തായിരിക്കണമെന്നുള്ളത്. ചിലപ്പോൾ അടിക്കുകയായിരിക്കും, ചാട്ടവാറ് കൊണ്ട് അടിക്കുകയായിരിക്കും, ചിലപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ആ ആളിനെ പുറത്താക്കുകയായിരിക്കും. അനേക വിധത്തിലുള്ള കാഠിന്യമേറിയ ശിക്ഷകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാലും ആ സമയത്തും അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ ആ കൊല്ലുന്ന വ്യക്തിക്ക് ഓടിപ്പോയി അഭയം തേടാനായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഒന്നുകിൽ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ ചെന്ന് പിടിക്കുക, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ സങ്കേത നഗരങ്ങളിലേക്ക് ഓടിപ്പോവുക. ഏതാണ് ഏറ്റവും അടുത്തുള്ള സങ്കേത നഗരം എന്ന് വെച്ചാൽ ആ സങ്കേത നഗരത്തിൽ ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് താമസിക്കാനായിട്ട് ഒരിടമുണ്ട്. അവിടുത്തെ അഭിഷേകമുള്ള പുരോഹിതന് അവർക്ക് സംരക്ഷണം കൊടുത്തിരുന്നു. എന്നാൽ പിന്നീട് കുറ്റം തെളിയുന്നിടം വരെയുമായിരുന്നു ഈ ഒരു സംഗതി. അയാൾ അബദ്ധവശാലാണ് അയാൾ ചെയ്തു പോയത്. അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ ഇളവ് ചെയ്യണമെന്നുള്ളത്. അല്ല, മനഃപൂർവ്വമായിട്ടാണെങ്കിൽ വീണ്ടും ഒന്നുകിൽ സങ്കേത നഗരത്തിന് പുറത്ത് വരുമ്പോൾ അയാളെ കൊല്ലും, അല്ലെങ്കിൽ ജീവപര്യന്തം അയാൾ അവിടെ സങ്കേത നഗരത്തിൽ ഒളിവിൽ പാർക്കണം. ഇതൊക്കെയായിരുന്നു ശിക്ഷ. എന്നാൽ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും കർത്താവ് ഏറ്റെടുത്തത് കൊണ്ട് അപ്പോഴാണല്ലോ കാൽവറിയിൽ കർത്താവ് യാഗമായി തൻ്റെ പ്രാണനെ വിട്ട സമയത്ത് മന്ദിരത്തിൻ്റെ തിരശീല മേൽ തൊട്ട് അടിയോളം 2 ചീന്തി എന്ന് നമ്മൾ വായിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഡയറക്റ്റായിട്ട്, അതായത് നേരെ ആയിരിക്കത്തക്കവണ്ണം മറ്റാരുടെയും മധ്യസ്ഥതയോ പ്രാതിനിധ്യമോ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള ഒരു പെർമിഷൻ കർത്താവ് നമുക്ക് ഗ്രാൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾക്കത് നൽകിയിരിക്കുകയാണ്. കാരണം ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. ഇനി നാം നമ്മെ ശിക്ഷിക്കാൻ ആരും വരികയില്ല. കാരണം ശിക്ഷിക്കേണ്ടവനാരാ? കർത്താവാണ് ശിക്ഷിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, അനേക പാപങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്, അനേക കുറ്റങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ അടുത്ത് കരുണയ്ക്കായി അടുത്ത് ചെല്ലുക. എവിടേക്കാണ് അടുത്ത് ചെല്ലേണ്ടത്? കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലേണ്ടത്. കാരണം കൃപാസനം എന്ന് വെച്ചാൽ ദൈവം കൃപ നൽകുന്ന ഇടം. ദൈവത്തിൻ്റെ കൃപ നൽകുന്ന ഇടത്തിലേക്ക് നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാം. ആരും നമ്മളെ ഒന്നും ചെയ്യുകയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ശിക്ഷ അർഹരാണ്. ഇപ്പം നമ്മളൊരു രാജ്യത്ത് താമസിക്കുകയാണ്, നമ്മൾ ശിക്ഷയ്ക്ക് അർഹരാണെങ്കിൽ രാജ്യം ശിക്ഷിക്കും തീർച്ചയായിട്ടും. ആ കാര്യമല്ല, പാപത്തിൻ്റെ ശിക്ഷയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് പുതിയ നിയമത്തിൽ. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് മായിച്ചു തരും, അല്ലെങ്കിൽ ഓൾറെഡി അത്
ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് ആ ശിക്ഷ ഏറ്റെടുത്തത് നിമിത്തം നാം ഇനി ശിക്ഷയ്ക്ക് അർഹരല്ല. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? ആ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം. കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുന്നവർക്കാണ് വിടുതലുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണത്? നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. കാരണം മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം വന്നു പോകാം, എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കാമെന്നുള്ളത്, എന്തെല്ലാം പരീക്ഷണങ്ങൾ വരാമെന്നുള്ളത് കർത്താവ് തിരിച്ചറിഞ്ഞതെങ്ങനെയാണ്? തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ കർത്താവിന് നേരത്തെ അറിവില്ലായിരുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കാരണം താൻ തന്നെ മനുഷ്യനായി വന്നതുകൊണ്ട്, താനും പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് കർത്താവിന് മനുഷ്യൻ്റെ അവസ്ഥ അറിയാം. അതുകൊണ്ട് അവരോട് കരുണ കാണിക്കുന്നു കർത്താവ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാപത്തിന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ, ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ ആ കൃപാസനത്തിലേക്ക് നാം അടുത്ത് ചെല്ലണം. ആ കൃപാസനത്തിലേക്ക് നാം അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് കരുണയുള്ളവനാണ്. ആ കരുണ കർത്താവ് നമ്മോട് ദയോടെ പെരുമാറുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. നമുക്ക് തീർച്ചയായിട്ടും സഹായവും കരുണയും ലഭിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്.